ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അപ്പൊ സംഗതി എളുപ്പമായി. തേനീന സാധനം കൊണ്ടുവരുന്നത് 10 ലിറ്ററിന്റെ 500 കന്നാസുണ്ട്. ഒറ്റാൻ ധൈര്യമില്ലാത്ത 3-4 ഡ്രൈവർമാർ ഇപ്പൊ തയ്യാറായി നമ്മളോടൊപ്പം കൂടിയിട്ടുണ്ട്. ആശാനും കൂടെ കൂടിയ അവർക്കൊരു ധൈര്യമാവും. ഒന്നുമില്ലെങ്കിലും അടവും തടവും പഠിച്ച ഒരാൾ കൂടെ ഉണ്ടാവുന്നത് എല്ലാവർക്കും ഒരു ധൈര്യമാണല്ലോ. തങ്കച്ച, അടവും തടവും മാത്രമല്ല, ഒഴിവും ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടാ. അതുകൊണ്ട് ഞാനില്ല. തങ്കച്ച, ഈ വണ്ടി എനിക്ക് തന്നൊരാളുണ്ട്. ഞാൻ ദൈവത്തെ പോലെ കരുതുന്ന ഒരാള്. അദ്ദേഹത്തിനോട് എനിക്ക് നീതി കാണിച്ചേ പറ്റൂ. അതുകൊണ്ട് ഞാൻ ചെയ്യില്ല. മനസ്സിലായോ? അതിന് നമ്മളീ ചെയ്യുന്ന കാര്യം ഒരു കുഞ്ഞു പോലും അറിയില്ല. പിന്നെയല്ലേ സുബൈർക്ക എന്റെ ആശാനെ ചെവി അറിയാതെ സാധനം കൊണ്ടെത്തിച്ച ലക്ഷങ്ങൾ ഇങ്ങനെ അക്കൗണ്ടിൽ വരും. ആശാന്റെ കുറെ പ്രശ്നങ്ങൾ അതോടെ അങ്ങ് തീരും. എന്റെ പ്രശ്നങ്ങൾ അത് ഞാനായിട്ട് തന്നെ തീർത്തോളാം. എന്നാൽ അന്നം തരുന്നവനെ ചതിക്കാൻ എനിക്കാവില്ല കേട്ടാ. അപ്പൊ തങ്കച്ചൻ വിട്ടോ. അതെ, ഞങ്ങളുടെ നേതാവിനെ ഇന്ന് വരെ ആരും ഇങ്ങനെ പേരെടുത്ത് വിളിച്ചിട്ടില്ല. ഇതുവരെ കേട്ട് നിന്നതേ നിന്നെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമെന്ന് വെച്ചിട്ടാ. ഡാ നേതാവിനെ പോലെ തന്നെ അണികളും അല്ലേ? ഞാനിപ്പോ കൂടെ നിന്നിരുന്നെങ്കിൽ അപ്പനെ കയറിയിട്ട് എടാ പോടാ വിളിച്ചിരുന്നതിലും കുഴപ്പമില്ല. ഇതിപ്പോ കൂടെ നിൽക്കാത്തോണ്ട് തങ്കച്ചാന്നുള്ള വിളിയിൽ കുഴപ്പമായി അല്ലേ? അപ്പോ ശരി നേതാവേ, ഞങ്ങൾക്ക് പോയിട്ട് കുറച്ച് പണിയുണ്ട്. അതുകൊണ്ടാ. അപ്പൊ പോട്ടെ. അപ്പോ കാര്യങ്ങളൊന്നും നേരാമണ്ണ അടുപ്പിക്കാൻ നോക്കിയ അടുക്കുന്ന സൈസ് അല്ല നീ. അധികകാലം ഈ വളയം പിടിക്കുന്ന തോന്നുന്നില്ല നീ. കണ്ടില്ലേ, ആശാനെന്ന് വിളിച്ചിരുന്ന നാവാ ഇപ്പൊ അത് നീയായി, അത് ഭീഷണിയായി, ഇനി അത് തല്ലാവും. വേണ്ട വേണ്ട, ഞങ്ങളെ അതിനുമ്പ് പണിക്ക് പോട്ടെ. സമയമില്ല, അതുകൊണ്ടാ. സമയമുള്ളപ്പോ നമുക്ക് കാണാം കേട്ടാ. ഇപ്പൊ പിക്കോ. പക്ഷേ ഈ തങ്കച്ചന്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് കുറച്ചധികം നാള് ഇവിടെ കിടന്ന് വിലസാമെന്ന് നീ ധരിക്കണ്ട. ഈ പണി പൂട്ടിക്കാനുള്ള പൂട്ട് ഞാൻ പണിയിക്കുന്നുണ്ട്. ആ പൂട്ടിന് കള്ളത്താക്കോല് പണിയിക്കുന്ന കാര്യം ഞാനും ഏറ്റു. മുടക്കൊട്ടും കുറവില്ലാത്തവനാണ് ഞാനും കേട്ടാ. പോട്ടാ. കമല വാടാ. ആശാനെ, അവനങ്ങനെ പിണക്കുണ്ടായിരുന്നു. മൃഗമാ. എന്ത് തറപ്പണി അവൻ കാണിക്കും. എന്റെ പൊന്നു മോനെ, ഈ പണി ജീവിതകാലം മുഴുവെടുത്തോളം നമ്മളാർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ. ഉണ്ടോ? പക്ഷെ എടുക്കുന്നവരെ ഈ പണി സത്യസന്ധമായിട്ട് തന്നെ എടുക്കുള്ളൂ. ഇനി അതിലേറ്റ് അവൻ സ്പിരിറ്റ് കലക്കാൻ വന്നാ അവന്റെ അണ്ണാക്കിൽ സ്പിരിറ്റ് ഒഴിച്ചു കൊടുത്താക്കി ഞാൻ. എടാ, നീ ധൈര്യമായിട്ടിരിക്കടാ. അവൻ കളിക്കട്ടെ. നമുക്കത് വരുന്നിടത്ത് വെച്ച് കാണാം.